എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങളും പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യം ഒരു പ്രസംഗം കാണും. പിന്നീട് അതിനെ മുഴുവനായി തന്നെ തകിടം മറിക്കുന്നതായിരിക്കും നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഇത്തവണ നരേന്ദ്രമോദിക്ക് പകരം അമിത്ഷാ തന്നെ രാഹുൽ ഗാന്ധി കണക്കിന് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, നമ്മുടെ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുവരെ ചർച്ചയിൽ വന്നത്. ഒന്ന്, വന്ദേമാതരത്തിൻ്റെ 150-ാം വർഷം, അതിൻ്റെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഡിസ്കഷൻ പാർലമെൻറ്റ് ഇരുസഭകളിലും നടന്നിരുന്നു. അപ്പോൾ അതിന് ലോക്സഭയിലും രാജ്യസഭയിലും വിശദമായ ചർച്ച നടന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇരുസഭകളിൽ നടക്കുന്ന ചർച്ച ഇലക്ഷൻ റിഫോംസാണ്. അതായത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണം എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ചർച്ച. ആ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൻ്റെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ടു അതിന് രാജ്യസഭയിൽ മറുപടി നൽകിയത്, രാജ്യസഭയിലും ലോക്സഭയിലും മറുപടി നൽകിയത് അമിത്ഷായാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ദിവസം മുമ്പ് ഈ വന്ദേമാതരവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ സൂചിപ്പിച്ച പോലെ നന്നായി കോൺഗ്രസിനെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും സോണിയ കുടുംബത്തെയും ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് നരേന്ദ്രമോദി ട്രോൾ ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഇലക്ഷൻ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ദിവസ ചർച്ചയിലും NDA മുന്നണിയിലെ എല്ലാ ആളുകളും SIR എന്ന നിലവിളി മാത്രമേ ഉണ്ടായിരുന്നു. അതായത് ഈ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പരിഷ്കരണമാണ്. സ്വാഭാവികമായിട്ടും സർക്കാർ ആഗ്രഹിക്കുന്ന നിർദ്ദേശങ്ങൾ, അംഗങ്ങളിൽ നിന്നും നല്ല നിർദ്ദേശങ്ങൾ വരണം എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ കോൺഗ്രസ് SIR കുറിച്ച് നിലവിളിക്കുന്നത് അവരുടെ ഒരു അജണ്ടയാണ്. ഈ CPM അതുപോലെ തന്നെ DMK പോലുള്ള മറ്റ് കക്ഷികൾ ഇവരുടെ താളത്തിന്, കോൺഗ്രസിൻ്റെ താളത്തിന് തുള്ളി ഈ SIR നിലവിളിക്കുന്നതല്ലാതെ ഒരു കാര്യം പോലും പ്രസക്തമായിട്ട് സഭയിൽ അവതരിപ്പിക്കാൻ ഇവർ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒടുവിലാണ് ഇദ്ദേഹത്തിൻ്റെ മറുപടി, ആരുടെ, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ വലിച്ചു കീറുകയായിരുന്നു അമിത്ഷാ ചെയ്തത്. പ്രത്യേകിച്ചും ഇലക്ഷൻ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും കറങ്ങിയില്ല. ഇലക്ഷൻ പ്രോസസ്സിൽ മാത്രം നിന്നുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയെയും അവരുടെ ഈ ചരിത്രത്തെയും തുറന്നു കാട്ടിയത്. ഒപ്പം സോണിയ ഫാമിലിയുടെ ഈ പറഞ്ഞതുപോലുള്ള കുഴപ്പങ്ങളൊക്കെ. രാഹുൽ ഗാന്ധി സംസാരിച്ചു. രാഹുൽ ഗാന്ധി 22 മിനിറ്റ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഇതെല്ലാം ഞാൻ നേരിട്ട് കേട്ടതാണ്. ഈ അമിത്ഷായുടെയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെയും ആ ഡിസ്കഷൻ ഏതാണ്ട് പൂർണ്ണമായി പല അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ കേട്ടു. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇലക്ഷൻ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല. അദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് വോട്ട് ചോരി, അദ്ദേഹത്തിൻ്റെ സ്ഥിരം മന്ത്രം വോട്ട് ചോരി എന്നുള്ളത് ഈ ഈ ഉപരിപ്ലവമായിട്ട് ചില കാര്യങ്ങൾ, അതായത് ഈ പ്രാസംഗിക മികവ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഭ്യാസം മാത്രമായിരുന്നു അദ്ദേഹം ചെയ്തത്. പക്ഷേ 3 കാര്യങ്ങൾ അദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തു. ഒന്ന്, ഈ ബൂത്തിൽ സ്ഥാപിക്കുന്ന CCTV ക്യാമറ ഉണ്ടല്ലോ, അതിൻ്റെ ദൃശ്യങ്ങൾ എന്തിനാണ് നിങ്ങൾ 45 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട തരാത്തത്, എന്തിനാണ് അത് നശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യത്തെ ചോദിച്ചു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും നടക്കുന്ന ഈ വോട്ട് കൊള്ള, അതായത് ഈ വോട്ട് ചോരി എന്ന് അദ്ദേഹം പറയുന്ന വോട്ട് കൊള്ള, ഇതിന് ഇതുവരെ സർക്കാരിനെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടൊരു മാനദണ്ഡം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെന്ന് പറയുന്നത്. അതിന് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടുള്ള മറുപടി അമിത്ഷാ കൊടുത്തു. അത് തുടങ്ങിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയത് മുതൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. നമുക്കറിയാം, ചരിത്ര വിദ്യാർത്ഥികൾ, രാഷ്ട്രീയം അല്ലെങ്കിൽ ചരിത്രം നോക്കുന്നവർക്കറിയാം എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയതെന്ന്. കാര്യം അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രോവിൻസുകളിൽ നിന്നും ഉള്ള നേതാക്കളിൽ വോട്ടെടുപ്പ് നടത്തിയാണ് നെഹ്റുവിനെ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് കിട്ടിയവർ 2 വോട്ടാണ്. 18 വോട്ട് സർദാർ വല്ലഭായ് പട്ടേലിന് കിട്ടി. പക്ഷേ പ്രധാനമന്ത്രിയായത് നെഹ്റു. അതാണ് ഇന്ത്യയിൽ ആദ്യത്തെ വോട്ട് ചോരി എന്നാണ് അമിത്ഷാ പറഞ്ഞത്.
തുടർന്ന് അതിനുശേഷം ഇന്ദിരാഗാന്ധി പിന്നെ തെരഞ്ഞെടുപ്പ് കേസ് രാജ്നാരായണനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്ത കേസിൽ ഇവരുടെ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്തു? റദ്ദാക്കി. ആ റദ്ദാക്കിയ പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇലക്ഷൻ റിഗിങ്ങിൽ കൂടി അവർ വോട്ട് നേടി എന്നാണ് ഒരു പരാതി. അതിൻ്റെ പിന്നെ പ്രതികാരമായിട്ട് ആണ് നമ്മുടെ രാജ്യത്ത് എന്താണ് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സംവിധാനം വരുന്നത്. മൂന്നാമത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നത് സോണിയാഗാന്ധി 1983 ഇന്ത്യയുടെ പൗരത്വം സ്വീകരിക്കുന്നത്. അതിന് മുമ്പ് 80-81 അവർ ഇവിടെ വോട്ട് ചെയ്തതായിട്ട് പിന്നെ ഇങ്ങനെ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇലക്ഷൻ കമ്മീഷണർമാരെയും അതുപോലെ തന്നെ അവരുടെ തന്നെ പാർട്ടി പറഞ്ഞ ആളുകളെയൊക്കെ എങ്ങനെയാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പിടിച്ചിരുത്തുന്നത് എന്നാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത്. നവീൻ ചൗള ഇടയ്ക്ക് നമ്മുടെ CEC ആയിരുന്ന നവീൻ ചൗളയുടെ പ്രശ്നം പറഞ്ഞു. അതുപോലെ തന്നെ TN ശേഷനെ പിന്നെ CEC ആയിരുന്ന പിന്നെ TN ശേഷനെ പിന്നെ എന്താണ് ലോക്സഭാ സീറ്റ് കൊടുത്ത് വാജ്പേയിക്ക് മത്സരിക്കാൻ ഇറക്കിയത്. ഇങ്ങനെയുള്ള ചരിത്രത്തിലുള്ള ഓരോ കാര്യങ്ങൾ എണ്ണി അമിത്ഷാ പിന്നെ പാർലമെൻറ്റിന് മുന്നിൽ വെച്ചു. ഇതെല്ലാം അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇതിന് ശേഷം ഇനിയൊരു ചർച്ച ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ തന്നെ അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇതെല്ലാം ഫാക്റ്റുകളാണ്, വസ്തുതകളാണ്. ഈ വസ്തുതകളെ വെല്ലുവിളിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ വടി കൊടുത്ത് അടി വാങ്ങുകയാണ് ഇവർ ചെയ്തത്. കൃത്യമായിട്ട് എന്നിട്ട് അമിത്ഷാ സൂചിപ്പിക്കുകയും ചെയ്തു, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ CCTV ഫുട്ടേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവല്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സർക്കുലർ മാത്രമാണ്. കാരണം ഈ പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ CCTV സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷമാണ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംവിധാനം വരുന്നത്. അപ്പോൾ ഒരു സർക്കുലറായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അത് പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ ഇലക്ഷൻ്റെ ചട്ടങ്ങളിൽ 26 പിന്നെ റൂൾ 26 ബന്ധപ്പെട്ട് പരാതി ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതി ഉണ്ട് എങ്കിൽ സ്ഥാനാർത്ഥിക്കോ ഏജൻറ്റിനോ രാഷ്ട്രീയ പാർട്ടിയോ പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്ന് ഈ 45 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് പരാതിപ്പെടാം എന്നൊരു റൂളുണ്ട്. അതിനോട് ഈ CCTV ഇൻകോർപ്പറേറ്റ് ചെയ്തു. കാര്യം പ്രത്യേക ഉത്തരവല്ലാത്തത് കൊണ്ട് 45 ദിവസം നിങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ള ഒരു സമയപരിധി ഉണ്ടല്ലോ. ആ സമയപരിധി വരെ എന്ത് സൂക്ഷിക്കും? ഈ CCTV ഫുട്ടേജ് സൂക്ഷിക്കും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നശിപ്പിക്കും. ഇതാണ് മറുപടിയായിട്ട് അമിത്ഷാ പറഞ്ഞത്. കാരണം ഒരു റൂളിനെ പിന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് 45 ദിവസം നിൽക്കുന്നുണ്ട് പരാതി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഹരിയാന, ബീഹാറിലെ 45 ദിവസം തന്നെ തീർന്നു. ഇവിടെ സ്ഥലങ്ങളിലുള്ള ഒരിടത്തും തന്നെ രേഖാമൂലമായിട്ട് ഒരു പരാതിയും കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടില്ല 45 ഡേയ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ പരാതി കൊടുക്കാത്തോളം കാലം നിങ്ങൾ ഈ പറയുന്ന വാചകം അടിക്കുക അതൊരു വിലയില്ല എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം. 2, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് കൃത്രിമം കാണിച്ചിട്ടുള്ളത് നിങ്ങളാണ്. കാരണം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭരണത്തിൽ രാജീവ് ഗാന്ധിയാണ് ഈ പിന്നെ വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ പരീക്ഷിക്കുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം ബാലറ്റായിരുന്നു. ആ ബാലറ്റ് നടന്ന സമയങ്ങളിലെല്ലാം ബാലറ്റ് പെട്ടിയോടുകൂടി പൊക്കിയെടുത്തുകൊണ്ട് പോയി അവരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ടുവച്ച് അവരുടെ പാർട്ടി ഓഫീസിൽ കൊണ്ടുവച്ച് വോട്ട് ചെയ്ത് പിന്നെ കളക്ടറേറ്റ് എത്തിക്കുന്ന ഒരു സംവിധാനം. ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഓരോ 10-20 വർഷം മുമ്പുള്ള പത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇലക്ഷൻ റിഗിങ് എന്ന് പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥിര സംഭവമായിരുന്നു. കാര്യമായിട്ട് എതിർക്കാനൊന്നും ആരുമില്ല. ഇവർ കാണിക്കുന്ന എന്ത് തോന്നിയവാസത്തിനും പിന്നെന്താണ് പോലീസും ചോദ്യം ചെയ്യില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇവർ വയ്ക്കുന്ന ആളുകളാണ്. ഇന്നത്തെ പോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അന്നില്ല. പ്രധാനമന്ത്രി നേരിട്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിച്ചിരുന്നത്. അതും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. പ്രധാനമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാരാ, നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ പോയി ഇലക്ഷൻ കമ്മീഷനായിട്ട് പണിയെടുക്കുക എന്നുള്ള തരത്തിൽ വയ്ക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ആരോടായിരിക്കും? ഈ നിയമനം കൊടുത്ത ആളോടായിരിക്കും. ഒരിക്കലും നിയമത്തോടോ ഇലക്ഷൻ കമ്മീഷനോടോ ആയിരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഈ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വൈകൃതപ്പെടുത്തിയ ഒരു ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞത്. ഇത് കേട്ട് പാർലമെൻറ്റിൽ ഇരുന്ന പിന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിനും മുണ്ടാട്ടം മുട്ടിയിരിപ്പായിരുന്നു. കാരണം ഇതെന്ത് ചോദ്യം ചെയ്യാൻ പറ്റും? ഇതൊക്കെ സത്യമല്ലേ? ഈ സത്യത്തിന് ചോദ്യം. പക്ഷേ രാഹുൽ ഗാന്ധി പുറത്തു എന്ന് പറഞ്ഞത് അമിത്ഷാ പറഞ്ഞത് മോശമായി പോയെന്നാണ്. തന്നെ കുടുംബത്തെ അപമാനിക്കും. അല്ല, അത് മോശം എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചെന്നറിയാമോ? സോണിയാഗാന്ധി ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. സോണിയാഗാന്ധി പിന്നെ പൗരത്വം നേടുന്നതിന് മുമ്പ് തന്നെ
എന്ത് ചെയ്തു? സത്യം പറഞ്ഞ മോശമായി മാറി. സത്യം പറഞ്ഞ മോശമാണ്. കാരണം പറയുന്ന ആരെ കുറിച്ച്? പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ കൺകണ്ട ദൈവമാണല്ലോ സോണിയാഗാന്ധി. അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാവും. ഇവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ആയിട്ടുണ്ട് ഡൽഹി കോടതിയിൽ. പരാതിക്കാരങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 2 ദിവസം മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ചേർത്ത് വായിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു പിന്നെ വിദേശത്തുനിന്ന് വരുന്ന ആരായാലും പ്രത്യേകം നുഴഞ്ഞേറ്റക്കാരെ ഈ ബംഗാളിലെ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ആദ്യം നിങ്ങൾ രാജ്യത്തെ പൗരനാവുക, അതിനുശേഷം മാത്രമേ വോട്ടവകാശവും. ഇന്ത്യൻ പൗരത്വമല്ലാത്ത ഒരാൾക്കും എന്താണ് വോട്ടവകാശത്തിന് അർഹതയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആ സാഹചര്യത്തിലാണ് 80-ലും 81-ലും ഈ എന്താണ് നമ്മുടെ നാട്ടിലെ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധി ഇവിടെ വോട്ട് ചെയ്തത്. അപ്പോൾ ഇവർ ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടല്ലോ, നാഴിക 40 തൊട്ട് ഭരണഘടനയാണ് ഞങ്ങളുടെ ജീവവായു എന്ന് പറയുന്നവർ ഈ ഭരണഘടനയെ ചവിട്ടി തേച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ സോണിയാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ പിന്നെ KC വേണുഗോപാലിന് വിധേയത്വം കാണിച്ചേ മതിയാവുള്ളൂ. കാര്യം പറഞ്ഞിരിക്കുന്ന മാഡത്തിനെതിരെയാണ്. അപ്പോൾ മാഡത്തിൻ്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കണമല്ലോ, എന്നാൽ ഇനി അവിടെ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആരും പ്രതികരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാൽ എണീച്ച് പ്രതികരിച്ചു. അത് പക്ഷേ അദ്ദേഹം തന്നെ എന്തായിപ്പോയി കളിയാക്കപ്പെടുകയും ചെയ്തു. ഈ പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വാർത്തകളിലൊക്കെ അദ്ദേഹം ചർച്ചകളിലൊക്കെ അദ്ദേഹം കളിയാക്കപ്പെട്ടു. കാരണം ഒരു സത്യമാണ് അവിടെ പറഞ്ഞത്. ആഭ്യന്തരത്തിൽ ഒരിക്കലും വന്ന് ഈ നുണ പറയില്ലല്ലോ. അപ്പോൾ രജിസ്റ്റർപ്പെട്ട കേസിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ പാർലമെൻറ്റ് സമ്മേളനം ഇനിയും 19-ാം തീയതി വരെ ഉണ്ട്. പല ബില്ലുകളും ചർച്ചയ്ക്ക് വരാനുണ്ട്. രാഹുൽ ഗാന്ധി ഇതിനിടയ്ക്ക് വിദേശത്ത് ജർമ്മനിക്കോ എവിടേക്കോ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ആണ്ട് കിട്ടേണ്ടത് കിട്ടിയല്ലോ, ഇനിയും പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് അദ്ദേഹം തിരിച്ചു പോകും. നമ്മൾ ഒരു കാര്യം നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ ക്രമക്കേടുകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നുള്ളതാണ്. ഈ അടുത്ത കാലത്താണ്, ഒരു 10-20 വർഷത്തിന് ഇപ്പുറമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം, പ്രത്യേകിച്ചും ഈ മെഷീനിൽ വന്നതിന് ശേഷമാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നതെന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇന്ത്യ സഖ്യവും കോൺഗ്രസും തയ്യാറാവണം. ജനങ്ങൾ വോട്ട് ജയിപ്പിച്ചവനാണ് ഭരിക്കുന്നത്. അവരെ വീണ്ടും നിങ്ങൾ വോട്ട് കൊള്ള നടത്തിയാണ് വന്നതെന്ന് പറയുന്നത് കൂടുതൽ ആളുകളുടെ ഇടയിൽ പരിഹാസകഥാപാത്രമാവാനെ സഹായിക്കൂ എന്നാണ് ഈ ചർച്ചയിൽ കൂടി ജനങ്ങൾക്ക് മനസ്സിലായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.